ഹായ്, ഒരു ക്വിക്ക് വീഡിയോ ആണ്. ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, ദൃശ്യം 3യുടെ കളക്ഷൻ. അതുമായി ബന്ധപ്പെട്ട് കുറേ രീതിയിൽ ആളുകൾ പറയുന്നുണ്ട്. 200 കോടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു അനക്കമില്ലെന്ന് പറയുന്നവരുണ്ട്, 210 കോടി പറയുന്നവരുണ്ട്, 220 കോടി പറയുന്നവരുണ്ട്. എക്സാക്ട് എത്ര കോടിയാണ് ഇതിന്റെ കളക്ഷൻ അത് ഞാൻ പറയാം. അതിന് മുമ്പ് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, എല്ലാവരും കുറേ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന സിനിമയാണ് മമ്മൂക്ക അമൽ നീരദ് മൂവി ബിലാൽ 2. പക്ഷെ അത് വീണ്ടും നീണ്ടുപോയി. ഇപ്പൊ കുറേ പടങ്ങൾ വന്ന് സത്യത്തിൽ ആ പടം വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് സത്യം പറഞ്ഞ ആൾക്കാർ മറന്നു തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സമയത്താണ് ഇപ്പൊ ഒരു പുതിയ അപ്ഡേറ്റ് വരുന്നത്. വീണ്ടും മമ്മൂട്ടി അമൽ നീരദ് ചിത്രം വരുന്നു. ആ കോംബോ വീണ്ടും സംഭവിക്കുന്നു. പക്ഷെ ഇത്തവണ അത് ബിലാൽ 2 അല്ല, വേറൊരു പുതിയ പരിപാടി, പുതിയ സെറ്റപ്പിൽ ഒരു പടമാണെന്നാണ് കേൾക്കുന്നത്. ആൻഡ് ബിലാലിനെ കവച്ചു വെക്കുന്ന രീതിയിൽ അതുക്കും മുകളിൽ ഒരു സാധനമായിരിക്കും ഇപ്രാവശ്യം എന്നുള്ള രീതിയിലും വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ഒഫീഷ്യൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ തുടക്കത്തിൽ തന്നെ ഇത് കേൾക്കുന്ന ആവേശത്തിലുള്ളത് എന്നുള്ള രീതിയിൽ നമുക്കത് യോജിച്ച് നിർത്താം. പക്ഷെ അമൽ നീരദ് ചിത്രമാണ്. മമ്മൂക്കേനെ ഇത്രയും ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുള്ള സിനിമകൾ ഉണ്ടോ വെച്ചാൽ വളരെ റെയറാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര സ്റ്റൈലിഷ് ആ തുടക്ക സമയത്ത്. ആൻഡ് അമൽ നീരദ് ചിത്രങ്ങൾ നമുക്കറിയാം എത്രമാത്രം ഡിഫറെന്റ് ആയിട്ടാണ് പുള്ളി ഒരു ഫ്രെയിം വെക്കുന്നത്, എത്ര സ്റ്റൈലിഷ് ആയിട്ടാണ് ചെയ്യുന്നത്. മമ്മൂക്കേനെ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യും എന്നുള്ളത് അറിയാനുള്ള വല്ലാത്തൊരു ആകാംക്ഷ സ്വാഭാവികമായിട്ടുള്ളിലുണ്ട്. അതൊരു കാര്യം. ആൻഡ് രണ്ടാമത്തെ, വെറുതെ വലിച്ചു കിട്ടുന്നില്ല, 230 കോടി എന്ന് പറഞ്ഞിട്ടും ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. അത് എന്താ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, 237.54 കോടി അതാണ് ഇപ്പം നിലവിലെ ഒരു കളക്ഷൻ. ഡേ 20 ഇന്നത്തെ കൂടി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. ആൻഡ് ഡേ 17 ആയപ്പോൾ തന്നെ ഇത് 232.82 കോടി എത്തിയിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് 18, 19, 23 ദിവസമായി. ഇന്നത്തെ കൂടി വന്ന് നാളെ രാവിലെ ആകുമ്പോൾ എക്സാക്ട് കണക്ക് കിട്ടും. 235 എന്നും 237.54 എന്നും പറയുന്നുണ്ട്. ആൻഡ് ഇപ്പൊ കുറേ സ്ഥലത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 237.54 കിട്ടും. സോ ഞാൻ എന്തിനാണിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഊക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, നോക്കൂ, മിക്സഡ് റിവ്യൂസ് ആണ് പടത്തിന് വന്നിട്ടുള്ളത്. കാരണം നല്ല റിവ്യൂ ഒക്കെ ആണെങ്കിലും കമ്പാരിറ്റീവ്ലി ദൃശ്യത്തിന്റെ അത്ര ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും, അതല്ലാതെ വേറെ പെപ്പേന്റെ പടം ഇറങ്ങി, അതല്ലാത്ത പടങ്ങൾ വന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു നല്ലൊരു പടം എന്ന രീതിയിൽ ബ്ലാസ്റ്റ് ഗംഭീര പടമാണ്. പക്ഷെ അതുണ്ടായിട്ടും ഈ പടം ഇപ്പോഴും ആളുകൾ പോയി കാണുകയാണ്, ഫാമിലി പോയി കാണുകയാണ്. അപ്പൊ അങ്ങനെ ഒരു മിക്സഡ് റിവ്യൂ വന്നിട്ടും ഈ ഒരു പടം ഇങ്ങനെ ആളുകൾ കാണണമെങ്കിൽ ലാലേട്ടൻ്റെ റേഞ്ച് എന്താണെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫാൻസിന്റെ റേഞ്ച് എന്താണെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ തുടരുമെന്ന് പറഞ്ഞ സിനിമയിൽ കണ്ടാണ്, സ്ലീപ്പർ സെല്ല് മുഴുവൻ ഇളകിയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 7 കോടി, ഇപ്പൊ 230 കോടി മുമ്പ് റൗണ്ടാക്കി പറയാണ്. 239 ആകുമ്പോഴും ഇത് 230 പറയാം, 240 ആകുമ്പോൾ ഓക്കെ 240 കോടി. അങ്ങനല്ല, പല പടവും 7 കോടി, 7.5 കോടി, 8 കോടിയൊക്കെ കുറക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ കുറക്കല. പല പടത്തിനും ഫസ്റ്റ് ഡേ കളക്ഷൻ പോലും അത് കിട്ടുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. എനിക്ക് പെദ്ദിയൊക്കെയാണ് ഇപ്പൊ 350 കോടിയെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ പടം കണ്ടിട്ടില്ല. വരുന്ന റിവ്യൂ ഒക്കെ വളരെ ഷോക്കാണ്. എനിക്കൊണ്ട് റീലോഡ് മീഡിയ ആണോ ഏത് ഓർമ്മയില്ല, 10 സെക്കൻഡൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഈ അവസ്ഥയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഷസാമിന്റെ റിവ്യൂ ഇപ്പം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ വളരെ മോശം അഭിപ്രായമാണ് പുള്ളിയാണ്. 16 മിനിറ്റ് ഉള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ആളുകളുണ്ട്, മലയാളത്തിലുള്ള എല്ലാ സംഭവം അങ്ങനെയാണ്. ബട്ട് പുറത്തത് ഭയങ്കര സംഭവമായിട്ടുണ്ട്. 350 കോടി പ്ലസ് ഒക്കെയാണ് കളക്ഷൻ പോകുന്നത്. 50 കോടിന്റെ മുകളിൽ നമ്മുടെ ബ്ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാം കേട്ടോ. ഗംഭീര പടമാണ്, ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ആദ്യത്തെ ഒരു അരമണിക്കൂറൊക്കെ ഗൂസ് ബംസ് ആണ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഒരു ആക്ഷൻ ഉണ്ട് അർജുൻ്റെ, നമ്മളെങ്ങോട്ടേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് കാണുക. എന്തായാലും ഈ 2 അപ്ഡേറ്റ് പറയാൻ വേണ്ടിയാണ് പെട്ടെന്നൊരു കാര്യം പറഞ്ഞു വന്നത്, വെറുതെ വലിച്ചു കിട്ടുന്നില്ല. വീണ്ടും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് എന്താണ് ദൃശ്യത്തിന്റെ കളക്ഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ആൻഡ് അമൽ നീരദ് മമ്മൂട്ടി ചിത്രം ബിലാൽ അല്ലാതെ വരുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നുള്ള കമന്റ് രേഖപ്പെടുത്തൂ. താങ്ക് യു.